ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ലൈബിലിറ്റിയാണ്. എക്സാമ്പിളായിട്ട് നമ്മുടെ ബിസിനസ്സിലെ ഒരു എംപ്ലോയിയുടെ പേര് അനിൽ എന്നാണ്. ഇയാൾക്ക് ഒരു മാസം നമ്മൾ സാലറി കൊടുക്കുന്നത് 10,000 രൂപയാണ്. 10,000 റുപ്പീസ് നമ്മൾ മാസം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഒരു വർഷം അയാൾക്ക് കിട്ടുന്നത് 1,20,000 രൂപയാണ്. അതായത് ഒരു വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഏപ്രിൽ തൊട്ട് മാർച്ച് വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ നമ്മളെടുത്ത് നോക്കിയാൽ ഫൈനൽ അക്കൗണ്ട്സിൽ എക്സ്പെൻസ് സൈഡിൽ സാലറി എന്ന് പറഞ്ഞിട്ട് 1,20,000 രൂപ വരണം ഒരു വർഷം. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മാസത്തെ സാലറി പെൻഡിങ് ആണ്. 2 മാസത്തെ സാലറി നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷേ അയാൾ പണിയെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ സാലറി കൊടുത്തിട്ടില്ല. അതായത് 20,000 രൂപ നമുക്ക് പെൻഡിങ് ആണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ളത് 1,00,000 മാത്രമേ ഉള്ളൂ. 20,000 കൊടുക്കാനുണ്ട്. ആ 20,000 കൊടുക്കാനുള്ള എമൗണ്ട് അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്, പക്ഷേ നമ്മൾ കൊടുക്കാനുണ്ട്, പക്ഷേ കൊടുത്തിട്ടില്ല. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മളത് എപ്പോഴായാലും കൊടുക്കണം. അതുകൊണ്ട് നമ്മളതിനെ ലയബിലിറ്റി ആയിട്ട് കാണും. അപ്പോൾ നമ്മൾ അക്രൂവൽ ബേസിലായിരിക്കും നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതായത് ക്യാഷ് വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും നോക്കുന്നില്ല. അവിടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എൻട്രി ചെയ്യണം. ഇപ്പോൾ സാലറി കൊടുക്കാനുണ്ടെങ്കിലും നമ്മൾ സാലറി കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളത് കാണിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഈ 20,000 രൂപ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൽ വരണം. അപ്പോൾ നമ്മളത് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു ഹെഡിൻ്റെ അകത്തായിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ എക്സ്പെൻസ് സൈഡിൽ സാലറി ആയിട്ട് 1,00,000 രൂപ വരും. കാരണം നമ്മൾ ടോട്ടൽ പെയ്ഡ് ചെയ്തത് 1,00,000 രൂപയാണ്. പക്ഷേ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഈ ഒരു 1,00,000 രൂപ അല്ല സാലറി ആയിട്ട് വരുന്നത്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ്ങും കൂടെ വരും. നമ്മൾ കൊടുക്കാനുള്ള എക്സ്പെൻസും കൂടെ വരും. 20,000 ടോട്ടൽ 1,20,000 എക്സ്പെൻസ് സൈഡിൽ നമ്മൾ കാണിക്കും. ഇനി അതേപോലെ നമ്മുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ലൈബിലിറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് 20,000 കാണിക്കും. ഇങ്ങനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്.